എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനും ഏലിക്കുട്ടി അമ്മയും കോഴിക്കോട് നിന്ന് ഇന്നലെ രാത്രിയാണ് ഇവിടെ എത്തിയത്. ഏകദേശം ഒരു 9:30 അങ്ങനെ വന്ന് ഫുഡൊക്കെ കഴിച്ച് അത് കുളിയൊക്കെ കഴിഞ്ഞ് നേരെ കയറി കിടന്നുറങ്ങി. അങ്ങനെ നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കി ഞാൻ എണീറ്റപ്പം ലേറ്റായി. അപ്പം ഞാൻ എണീറ്റപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഏലിക്കുട്ടിയമ്മ നേരെ കുരുലാസിറ്റി വീട്ടിലേക്ക് പോയി. ഇന്നവിടെ കായെടുപ്പാണ്. അവിടെ കഴിഞ്ഞ തവണ നമ്മൾ എടുത്തിട്ട് ഇപ്പം 40 ദിവസമായിട്ടുണ്ട്. അപ്പോൾ 40 ദിവസം കഴിയുമ്പോഴാണ് അടുത്ത കായെടുപ്പ് വരുന്നത്. അതിന് വേണ്ടിയിട്ട് അമ്മ പോയിരിക്കുകയാണ്. അപ്പോൾ എന്നോടും ചെല്ലാൻ പറഞ്ഞു. ചെല്ലുമ്പോൾ ഒരു സാധനം പറിച്ചുകൊണ്ട് വരണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ ബക്കറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സാധനം പറിക്കാൻ വേണ്ടിയിട്ട് പോകാം. എന്നിട്ട് അതൊക്കെ കൊണ്ട് നമുക്ക് നേരെ കുരുലാസിറ്റി വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ അവിടെയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ പോരെ. ബക്കറ്റ് മാത്രമല്ല, നമ്മുടെ ഒരു പഴയ ഒരു അരിവാളും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കപ്പയൊക്കെ കണ്ടില്ലേ, ഒരുപാട് വളർന്നിട്ടുണ്ട്. അമ്മ തണ്ടെടുക്കാൻ വേണ്ടി നിർത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അകത്തുനിന്ന് കുറേ കിഴങ്ങൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പോൾ 2-3 കിഴങ്ങൊക്കെ മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറിക്കാൻ പോകുന്ന സാധനം നമ്മുടെ കൂർക്കയാണ് കേട്ടോ. അപ്പോൾ കൂർക്ക പറിച്ചുകൊണ്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് പറിക്കാം കേട്ടോ. അത് നല്ല മണ്ണൊക്കെ നന്നായിട്ട് ഉറച്ചു കിടക്കുക. അയ്യോ, ഒരു കൂർക്ക കണ്ടിച്ചു പോയി. ആന്തി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അയ്യോ, ഇളകി കിടക്കുന്നിടത്ത് എടുക്കാം. അധികം അങ്ങ് വലുതായില്ല കേട്ടോ. അയ്യോ, കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും കിഴങ്ങായിട്ടില്ല കേട്ടോ. ഇതും കുഴപ്പമില്ല. കുറേ ഉണ്ട് കേട്ടോ. ശരിക്കും മൂപ്പായിട്ടില്ല, ഇനിയും സമയം എടുക്കും. അപ്പോൾ ഇനി തവണ നമുക്ക് പോകുമ്പോൾ ലിജിമോക്ക് കൊണ്ടേ കൊടുക്കണം. പോകുമ്പോൾ നടന്നു മണ്ണൊക്കെ വല്ലാണ്ട് അങ്ങ് ഉറച്ചു പോയേ. ഞങ്ങളിവിടെ തുണിയൊക്കെ വിരിച്ചതായിരുന്നു. ആഴ ഇതിൻ്റെ ചോട്ടിലായതുകൊണ്ട്, ആഴയുടെ ഇത് ചോട്ടിലായതുകൊണ്ട് നമ്മൾ കയറി നടക്കുമ്പോഴൊക്കെ മണ്ണങ്ങ് വല്ലാണ്ട് ഉറച്ചു പോയി. അതുകൊണ്ട് ഭയങ്കര പാട് പറിക്കാനായിട്ട്. നമുക്ക് കുറച്ച് 1 കിലോയുടെ അടുത്ത് പറിച്ചാൽ മതി കേട്ടോ. ഇനി സൈസ് ആവാനുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി നമുക്ക് പറിക്കണ്ട. സൈസായിട്ട് നമുക്ക് കടയിലൊക്കെ കൊണ്ട് കൊടുക്കാം. അപ്പം അമ്മയുടെ കൃഷിയുടെ ആദ്യത്തെ വിളവെടുപ്പാട്ടായി കാണുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം പറിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ പച്ചക്കറികളൊക്കെ ഇവിടെ നട്ട് വയ്ക്കണം. ക്യാബേജ്, ക്യാരറ്റൊക്കെ. അതൊക്കെയാണ് എൻ്റെ ഒരു പ്ലാന്. മാന്തി എനിക്ക് പണി കിട്ടി കേട്ടോ. കൈയൊന്നും ചെറുതായിട്ട് മുറിഞ്ഞു. നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് കെട്ടി വെച്ചിട്ട് ബാക്കി ചെയ്യാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞുള്ളൂ. ഞാനതൊന്ന് ക്ലീൻ ചെയ്ത് എന്നിട്ടൊന്ന് നമുക്ക് കെട്ടി വെക്കാം. എൻ്റെ ശ്രദ്ധയില്ലായ്മയുടെ കേട്ടോ. കല്ലേലെന്തോ തട്ടിയതാണ്. പിന്നെ ഗ്ലൗസ് നമുക്കിവിടെ ഇരിപ്പില്ലായിരുന്നു. ഗ്ലൗസ് ഇട്ടിട്ട് വേണമായിരുന്നു ചെയ്യാൻ. എൻ്റെ മിസ്റ്റേക്കാണ്. കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അറിഞ്ഞില്ല സത്യം പറഞ്ഞാൽ. കുറേ നേരം അതിട്ട് ഇങ്ങനെ മാന്തിക്കൊണ്ടിരുന്നു. പിന്നെ നോക്കുന്നു ഒരു ചെറിയ വേദന എടുക്കുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ നോക്കുമ്പോൾ ചോര ഇങ്ങനെ ഒഴുകുന്നു കിടന്ന്. അപ്പോൾ സെറ്റായി. നമുക്കിത് നിങ്ങൾ കെട്ടി വെച്ചിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കത് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ഇച്ചിരി ഞാൻ പറിച്ചുള്ളൂ. എന്തായാലും കുറച്ചുകൂടെ പറിച്ചിട്ട് വേണമല്ലോ കൊണ്ടുപോകാൻ. അപ്പം അമ്മയുടെ ആദ്യത്തെ വിളവെടുപ്പിന് എൻ്റെ ചോര കണ്ടു. കാര്യമില്ല. ഇതൊന്ന് കെട്ടി വെക്കണമെങ്കിൽ. അപ്പം മുറിവോടി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. മുറിവെന്ന് പറയാനില്ല, ചെറിയൊരു മുറിവേ ഉള്ളൂ. ചെറിയൊരു കല്ല് തട്ടിയതാണ്. പേടിക്കാൻ മാത്രമുള്ള മുറിവൊന്നുമില്ല. പക്ഷേ ബ്ലഡ് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എന്ത് പറ്റിയെന്നേ. കാരണം ഞാൻ അറിഞ്ഞില്ല കല്ലെ തട്ടിയതൊന്നും.
നമുക്കിത് ഇത് കെട്ടി വെച്ചിട്ട് പണി തുടങ്ങാം. അപ്പോൾ ഇതേ കൈ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി പണിക്ക് പോവാം. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് പറിക്കണമല്ലോ, എന്തായാലും കൊണ്ടുപോകാനുള്ള സാധനം ആയതുകൊണ്ട് കുറച്ചുകൂടെ പറിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ പറിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് മാന്താം. ഈ കെയർഫുള്ളായിട്ട് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. ഇത് ഭയങ്കര ചെറുതാട്ടോ, അത് ഇനി ആകാനുണ്ട്. ചെറുതാണെങ്കിൽ എടുക്കാം, നല്ലതല്ലേ. മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇതിന് മുന്നേ പറിച്ചിട്ട് കയറണം, പറിച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാനുള്ളത്. ഇനിയിപ്പോൾ അടുത്ത പറക്കിൽ ഇച്ചിരിയോടെ വലുതായിട്ടേ ഉള്ളൂ, ഒന്നും ഇത് ശരിയായിട്ടില്ല. അതിന് പറിച്ച് തുടങ്ങിയത് കൊണ്ട് നമ്മൾ അങ്ങ് പറിച്ചുകൊണ്ട് പോകുന്നതേ ഉള്ളൂ. സൈസായിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം നല്ല സൈസായിരുന്നു, അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് കയറി കാണണേ. അപ്പോൾ ഇതേ അന്ന് നല്ല സൈസായിട്ടായിരുന്നു. ഇത് സൈസാണ് ചിലതൊക്കെ. ഇതുണ്ടോ, ഇതൊക്കെ ഉണ്ടോ, അത്യാവശ്യം വലുതാണ്. പക്ഷെ ചിലത് മാത്രമേ ഉള്ളൂ അങ്ങനെ, അതാണ് കാര്യം. ഓക്കെ, അപ്പം മുഴുവൻ പറിച്ചിട്ട് നമുക്ക് ബാക്കി കാണാം കേട്ടോ. ഇനി ഇത്രയും പറിച്ചിട്ടുണ്ട്, ഇനി നമുക്ക് ഇത് പാക്ക് ചെയ്ത് കൊണ്ടുപോകാം. ഇനി ഞാൻ വേഗം ഒരുങ്ങട്ടെ, 11:20 ബസ്. അപ്പോൾ ശേഷം കാണാം. നമ്മൾ പോകാനിറങ്ങി. നമ്മുടെ കൂർക്കയൊക്കെ എടുത്തിട്ടുണ്ട്. ചാൻസ് ഉണ്ട് കേട്ടോ, ഞങ്ങൾക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ മാങ്ങത്തൊട്ടി സിറ്റിയിൽ വന്നു. അപ്പോൾ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ബസ് 11:20 വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് ബസ് വന്നത് സമയം 11:40 കേട്ടോ. അപ്പോൾ അത്രയും ലേറ്റായിട്ടാണ് ബസ് വന്നത്. അതുകൊണ്ട് കുറേ നേരം സിറ്റിയിൽ ഇരിക്കേണ്ടി വന്നു. അങ്ങനെ ബസ്സിലൊക്കെ കയറി നല്ല പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാജകുമാരി വന്ന് ഞാൻ ബസ് ഇറങ്ങി. അങ്ങനെ നേരെ ഓപ്പോസിറ്റ് പോയി നിൽക്കണം നമുക്ക് ബസ് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓപ്പോസിറ്റ് വന്ന് നിന്നപ്പം ഇന്ന് വലിയ തിരക്കൊന്നുമില്ല, എന്നാലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. അങ്ങനെ ബസ്സും വന്നു, ഫ്രണ്ട്സാണ് ബസ്സിൽ കയറി. അങ്ങനെ ചെറിയ മഴയൊക്കെ തൂളുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വേഗം ചെന്നിട്ട് വേണം കായ എടുക്കാൻ. ഇപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം കായ എടുത്തല്ലോ, അതിൻ്റെ ബാക്കിയായിട്ടാണ് 40 ദിവസം കഴിഞ്ഞ് കായ എടുക്കുന്നത്. പിന്നെ ഇനി കായ എടുക്കണമെങ്കിൽ ഒരു 2-3 മാസമൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി കായ എടുക്കാൻ. അതുകൊണ്ട് തന്നെ ലാസ്റ്റത്തെ കായെടുപ്പായതുകൊണ്ട് നമുക്ക് ഇനി എല്ലാം കായും പറിക്കാം. അപ്പം ഇച്ചിരി പിഞ്ചൊക്കെ പറിച്ചെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് എന്നെ കായ എടുക്കാൻ വിളിച്ചത്. അല്ലെങ്കിൽ അല്ലാത്തടത്തൊന്നും വിളിക്കത്തില്ല, കാരണം നമ്മൾ പിഞ്ച് കായൊക്കെ പറിച്ചിട്ട് കഴിഞ്ഞാൽ ശരിയാവത്തില്ല, വിലയും കിട്ടത്തില്ല, തൂക്കവും കുറവായിരിക്കും കേട്ടോ. അങ്ങനെ ബസ്സൊക്കെ ഇറങ്ങി നേരെ വീട്ടിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഇന്ന് കായെടുപ്പ് തീരത്തില്ല, അതുകൊണ്ട് എനിക്കും ചെന്നിട്ട് എടുക്കാൻ കൂടണം. അപ്പോൾ ഇന്ന് തീർത്തിട്ട് വേണം നാളെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ നടക്കുകയാണ്. ചെറിയ തോതിൽ മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാണിച്ചു തരാം. ഓക്കെ, ചെറിയ തോതിൽ മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ, തണുപ്പുമുണ്ട്. ദേ ഇവിടെ കുമ്പളങ്ങ ഉണ്ടായത് കെട്ടിയിട്ടേക്കുക കേട്ടോ, അതണ്ട അവിടെ ഇവിടെയൊക്കെ കെട്ടിയിട്ടുണ്ട്, അവിടെയൊക്കെ കെട്ടിയിട്ടുണ്ട്. കുമ്പളങ്ങയാണോ വെള്ളരിക്കാണ്? കുമ്പളങ്ങ. അത് കുമ്പളമല്ല, മത്തനാട്ടോ. പിന്നെയാണ് ഞാൻ അതിൻ്റെ ഇലയിലേക്ക് ശ്രദ്ധിച്ചത്. അപ്പം മത്തനാട്ടോ, തെറ്റിപ്പോയത്, എനിക്ക് തെറ്റിപ്പോയതാണ്. അപ്പം നല്ല ഭംഗിയുള്ള ജമന്തി പൂക്കൾ. ആഹാ, രസമല്ലേ കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട്. ഇവിടെ ആരും ഇല്ല കേട്ടോ, അമ്മച്ചിയും ചാച്ചിയമ്മയും കായ എടുക്കാനായിട്ട് പോയെന്ന് തോന്നുന്നു. നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് പോവാം. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറി ഒരു തോർത്തൊക്കെ കെട്ടിയിട്ടുണ്ട്. കായ എടുക്കാൻ പോയി റെഡി ആയിട്ടിരിക്കുകയാണ് ഞാൻ. നിങ്ങളെന്തായാലും ഞാനിപ്പോൾ കൊണ്ടുപോകുന്നില്ല, കാരണം നല്ല മഴ പെയ്യുന്നുണ്ട്. നല്ല വെയിലൊരു ചാറൽ മഴ. അതുകൊണ്ട് ഫോൺ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് വെള്ളത്തിലാവും. അതുകൊണ്ട് ഞാൻ പോയി കായൊക്കെ എടുത്തിട്ട് മഴ കുറയുന്ന സമയത്ത് നിങ്ങളവിടെ കൊണ്ടുപോയി കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അവർ കായ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടി കയറി വന്നതാണ്. അതെ, ഞാൻ അരപ്പെട്ടി കായ എടുത്ത് ഞാനും ചേച്ചിയും ആയിരിക്കല്ലേ. അതെ, കായ എടുത്തോണ്ടിരിക്കണം കേട്ടോ. എന്തുവാ അമ്മേ? നല്ലല്ല കപ്പളങ്ങ വെന്ത് കുടിക്കാൻ. അവിടെ കപ്പളങ്ങ നിറച്ചില്ലേ? എത്തുവോ അമ്മ? ആ, വലുതാണ് കേട്ടോ.
ഓ ചാടി. ഇത് അതിന്റെ അപ്പുറം ഒരെണ്ണം വലുത് കിടക്കുന്നമ്മ. നല്ല ഭംഗിയുണ്ട് കേട്ടോ, പൂവാണ്. എടുത്തോ, തിളപ്പിച്ച് കുടിക്കാനോ? അതെ, പിഞ്ചു വേണം. എത്രയാണേ പിഞ്ചു കാണാനില്ല. ഇപ്പറേ ഉണ്ടായിരുന്നല്ലോ സൈഡില്. അമ്മയ്ക്ക് കാണത്തില്ലായിരിക്കും അവിടെ നിന്ന്. ഇതും വലിയ കപ്പളങ്ങയാണ് കേട്ടോ. അങ്ങനെ കായെടുപ്പൊക്കെ അവസാനിച്ചിട്ട് നല്ല മഴ പെയ്യുന്നുണ്ട്. ഒരു വെട്ടി ഉണ്ടോ അമ്മ? മൊത്തം 2 വെട്ടി കൂടുതലുണ്ട്. ഇറങ്ങി വെച്ച് ശരി. ഇതാര് ചുമക്കും? കൊണ്ടോണെന്ന് തുളസിയും കറിവേപ്പിലൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ, ചായ കുടിക്കാനായാലും കുട്ടിയമ്മ പോകുന്നേ. ചാച്ചിയമ്മേ പോവാ, വേണ്ട. ഉണക്കമീനുണ്ട്. അതെ അതെ, ചുമ്മാ ഇവിടെ കിടക്കുക. കൊണ്ടുപോട്ടിട്ട് പോകാതെ പോവാനേ. അപ്പോൾ ഈ ഓട്ടോയാണ് നമ്മൾ എപ്പോഴും ഓട്ടം വിളിക്കാറ് കേട്ടോ. ചേട്ടൻ്റെ പേര് ബേബി എന്നാണ്. അപ്പോൾ നമ്മൾ നേരെ സ്റ്റോറിലേക്കാണ് പോകണത് ഏലക്ക കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏലക്കായൊക്കെ കൊണ്ടുപോയി കൊടുത്തു ശേഷം നമ്മൾ വീട്ടിലേക്ക് പോകണം, നമ്മുടെ മാങ്ങത്തൊട്ടി വീട്ടിലേക്ക്. ഇനി കാ കിട്ടുന്നത് 1-2 ദിവസത്തിന് ശേഷമായിരിക്കും. സ്റ്റോറിലിട്ട് ഉണങ്ങിയാണ് നമ്മൾ വാങ്ങുന്നത്. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് എത്താറായിട്ടുണ്ട്. വീട്ടിൽ ചെന്നിട്ട് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുകയേ ചെയ്യരുത്. കമൻറ്റും ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. ഇത്രയും നിങ്ങളുടെ സപ്പോർട്ടിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണാം കേട്ടോ. സൈഡിൽ നിന്നല്ലേ കുറച്ചേ? അയ്യോ, വാ. എങ്ങനെ വരുന്നില്ലേ? അപ്പോൾ പറിക്കാനുള്ള ഞായറാഴ്ച തണ്ട് പോവല്ലോ എന്നോർത്ത് ഞാനായിരിക്കും അത് പണ്ട പറിച്ചു വെച്ചേക്കാം.